ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് മെയിനായിട്ട് നമ്മളത് കാണുന്നത് ഗൾഫിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇപ്പോൾ യു കെയിലൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേർ ഇവരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇതിനുള്ള കാരണം എന്താ വെച്ചാൽ സൺ എക്സ്പോഷർ കുറവാണ്, അവർ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഇൻടേക്സും കുറവാണ് എന്നുള്ളതാണ്. സോ എല്ലാവരും മെയിനായിട്ട് കാണുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ് ഉണ്ടാവും, അവർക്ക് ബോഡി പെയിൻ ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് അവർ ഡോക്ടറെ അടുത്ത് പോയി കാണും, ഡോക്ടർ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നു, അവർ സപ്ലിമെന്ററി കൊടുക്കുന്നു. സോ ഇത് പിന്നെ അവർ കഴിക്കാൻ തുടങ്ങിയിട്ട് അവരത് കണ്ടിന്യൂ കഴിക്കും. ഇത് ശരിക്കും നമ്മൾ കഴിക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു 60K ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്, ആഴ്ചയിൽ ഒരു ടാബ്ലറ്റ് ആണ് കഴിക്കേണ്ടത്. ഇത് നമ്മൾ 2 മാസം കഴിച്ചതിന് ശേഷം ഈ വൈറ്റമിൻ ഡി നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണം. വീണ്ടും ചെക്ക് ചെയ്തിട്ട് അതിന് റേറ്റ് നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് കഴിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. പക്ഷേ ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടർച്ചയായിട്ട് 6-7 മാസം അവർ കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. ഇതിലുള്ള അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിൻ്റെ ടോക്സിസിറ്റി വരാൻ പോകും. അതൊരു വേറെ തന്നെ അസുഖമാണ് വൈറ്റമിൻ ഡി ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാൽഷ്യം കണ്ടന്റ് ശരീരത്തിൽ ഒരുപാട് കൂടും. അതായത് കാൽഷ്യം കണ്ടന്റ് ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് മൂത്രക്കല്ലുണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് വിശപ്പ് ഇല്ലാതാവും, അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം വരും, ഉറക്കില്ലായ്മ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അസുഖമാണ്. ഇനി വരും ഒരു 2-3 വർഷം കഴിഞ്ഞ് കഴിയുമ്പം ഇനി കോമൺ ആയിട്ട് കാണാൻ പോകുന്ന ഒരു അസുഖം ഇതാണ്. കാരണം ആളുകൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാണ്ട് കണ്ടിന്യൂ ആയിട്ട് കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട്. സോ നമ്മൾ വൈറ്റമിൻ ഡി എടുക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എടുക്കാൻ തുടങ്ങിയ തൊട്ടിട്ട് വിത്തിൻ 2 മന്ത്സ് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. എവറി 2 മന്ത്സ് നിങ്ങൾ എന്ത് ചെയ്യുക, വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് മാത്രം അത് കഴിക്കുക എന്നുള്ളതാണ്.